താൻ ഒരുപാട് സ്നേഹിക്കുന്ന കാമുകൻ, ആ കാമുകൻ തന്നെ ചതിക്കുകയാണെന്ന് കാമുകി അറിഞ്ഞാലോ? മാത്രമല്ല, മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കാമുകൻ റൊമാൻസിൽ ഏർപ്പെടുന്നത് കാമുകി നേരിട്ട് കണ്ടാലോ? അവൾ ആത്മഹത്യ ചെയ്യുവാനായും ശ്രമിക്കും. അതോടുകൂടി ആ ഒരു പെൺകുട്ടിയുടെ ഓർമ്മ നഷ്ടമാവുകയാണ്. ഇപ്പോൾ അവൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കമുണരുന്ന സമയത്ത് തലേ ദിവസം നടന്നതൊന്നും അവൾക്ക് ഓർമ്മയേയില്ല. അങ്ങനെയുള്ള ആ പെൺകുട്ടിക്കടുത്തേക്ക് 10 വയസ്സ് മുതൽ അവളെ പ്രണയിക്കുന്ന ഒരു പയ്യനെത്തുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം കാതൽ റിവേഴ്സ് റിപ്പീറ്റ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായികയെ അതിഥിയെ കാണിച്ചുകൊണ്ടാണ്. അതിഥി സാരിയൊക്കെ എടുത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു. മാത്രവുമല്ല, അവൾ ഫോൺ എടുത്ത് അവളുടെ അച്ഛനെ കോൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ കോൾ എടുത്തത് ചിറ്റയാണ്. എന്നാൽ ചിറ്റ എന്തോ പറയുന്നത് കേട്ട് അതിഥിക്ക് ഇത് താങ്ങാനായില്ല. അതിഥി അവിടെ നിന്നും നേരെ പോകുന്നത് ഒരു മലയുടെ പ്രദേശത്തേക്കാണ്. അവിടെ എത്തിയ അതിഥിയാണെങ്കിലോ മലയിൽ നിന്നും താഴേക്കെടുത്ത് ചാടുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് മലയുടെ അടുത്തായിട്ടുള്ള ഒരു പുഴയുടെ വശത്ത് ഒരു ചെറിയൊരു വീടുണ്ട്. ആ വീട്ടിൽ നിന്നും ഉറക്കമുണരുന്ന അതിഥിയാണ്. അതിഥിക്കാണെങ്കിലോ തലേ ദിവസം എന്ത് നടന്നെന്നോ എന്നൊന്നും ഓർമ്മയേയില്ല. അതിഥി ഉറക്കമുണരുമ്പോൾ അവൾക്കടുത്തേക്ക് ഒരു പയ്യൻ വരുന്നു. അവന്റെ പേരാണ് സിദ്ധാർത്ഥ്. മാത്രവുമല്ല, അവിടെ പാൽ മാണിക്യം എന്നൊരാളും ഉണ്ടായിരുന്നു. മാണിക്യത്തിനെ കാണുന്ന അതിഥി നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ഡോക്ടറാണെന്നും ഇത് നിന്റെ കാമുകനാണെന്നും പാൽ മാണിക്യം പറയുന്നു. സിദ്ധാർത്ഥ ആരെന്ന് പോലും അവൾക്കറിയത്തേയില്ല. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണതുകൊണ്ട് തന്നെ അതിഥിക്ക് തലയ്ക്ക് നല്ല പരിക്കേറ്റ് പഴയ കാര്യങ്ങളൊക്കെ അവളുടെ ഓർമ്മയിൽ നിന്നും നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഉണർന്നിരിക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് അത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കാണില്ല. അവൾക്ക് ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാണ്. എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സത്യത്തിൽ സിദ്ധാർത്ഥ് അവളുടെ ആരാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതിഥിയുടെ കാമുകനെയല്ല. സിദ്ധാർത്ഥ ഒൺസൈഡായിട്ട് മാത്രമാണ് അതിഥിയെ പ്രണയിച്ചിരുന്നത്. ഓർമ്മ നഷ്ടമായതുകൊണ്ട് തന്നെ അതിഥിയുടെ കാമുകനാണ് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞത് അതിഥി അങ്ങ് വിശ്വസിച്ചു. മാത്രവുമല്ല, അവളാണെങ്കിൽ ഈ മ്യൂസിക് ഒക്കെ പഠിക്കുവാനായിട്ടും പോകുന്നുണ്ട്. അതിഥിയെ എന്നും മ്യൂസിക് പഠിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നതും സിദ്ധാർത്ഥായിരുന്നു. ആരാണ് സിദ്ധാർത്ഥ്? മാത്രമല്ല, പാൽമാണിക്യം ആരാണെന്ന് ചോദിച്ചാൽ പാൽമാണിക്യം ഡോക്ടറേ അല്ല. പാൽമാണിക്യം ആരാണ്? സിദ്ധാർത്ഥും അതിഥിയും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്നാണ് പിന്നീട് കാണിക്കുന്നത്. അതിഥി ഒരു IT കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിഥിയുടെ അച്ഛന് ഒരു 3-4 ടീ ഫാക്ടറിയും അവിടെ 400 തൊഴിലാളികളുമുണ്ട്. എന്നാൽ പോലും അതിഥിയാണെങ്കിലോ താൻ സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്നാണ് അതിഥിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് അവൾ IT കമ്പനിയിൽ ജോലിക്ക് പോകുന്നതും. പക്ഷേ അച്ഛനത് ഇഷ്ടമേ അല്ല. അച്ഛന്റെ ഫാക്ടറിയിൽ പോലും അവൾ ജോലിക്ക് നിൽക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിലോ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ ആലോചിക്കുകയാണ്. അത് അതിഥിക്ക് ഒട്ടും ഇഷ്ടമായതേയില്ല. താൻ എന്തായാലും ഇപ്പോൾ വിവാഹം കഴിക്കില്ല എന്ന് തന്നെ അതിഥി ഉറപ്പിച്ചു പറയുന്നു. അതിഥിയുടെ അമ്മ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെ അതിഥിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളെ ഇത്രയും വളർത്തിയത് അവളുടെ അച്ഛനാണ്. അതിഥിക്കാണെങ്കിലോ ഒരു സിംഗർ ആകണമെന്നാണ് ആഗ്രഹം. മാത്രമല്ല, പിയാനോ ഒക്കെ അവൾ നന്നായിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിഥി വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് നായകനായി സിദ്ധാർത്ഥ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സിദ്ധാർത്ഥിനെ അതിഥിക്ക് അറിയത്തേയില്ല. അതിഥി ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. ഈ സിദ്ധാർത്ഥാണെങ്കിലോ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. സിദ്ധാർത്ഥ് ഏകദേശം 10 വയസ്സ് മുതൽ അതിഥിയെ പ്രണയിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം അതിഥിക്ക് അറിയത്തേയില്ല. അവൻ രഹസ്യമായിട്ടാണ് അവളെ പ്രണയിക്കുന്നത്. അവളെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യുവാനുള്ള ധൈര്യം പോലും സിദ്ധാർത്ഥിനില്ല. ഇൻട്രോവേർട്ടിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യത്തിൽ എങ്ങനെയാണ് അവൻ 10 വയസ്സ് മുതൽ അതിഥിയെ പ്രണയിക്കുന്നതെന്നാൽ സിദ്ധാർത്ഥ് പഠിച്ചതും വളർന്നതുമൊക്കെ ഊട്ടിയിലായിരുന്നു. ഊട്ടിയില് പിയാനോ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചറായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മ. സിദ്ധാർത്ഥിന്റെ അച്ഛനും കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയതാണ്. ഒരുപാട് കുട്ടികൾ പിയാനോ പഠിക്കുവാനായിട്ട് എത്തുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിനാണെങ്കിലോ മ്യൂസിക്കിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവൻ എല്ലാ കുട്ടികളും വന്നിരുന്ന് പഠിക്കുന്നതൊക്കെ മാറി നിന്ന് കാണാറുണ്ട്. അതാണ് അവൻ ചെയ്തിരുന്നത്. എന്നാൽ ഒരു ദിവസം സിദ്ധാർത്ഥിന്റെ അമ്മയുടെ അടുത്ത് പിയാനോ പഠിക്കുവാനായിട്ട് അതിഥി അവളുടെ അച്ഛൻ കൊണ്ടുവരുന്നു. അതിഥിക്ക് ഏകദേശം 10 വയസ്സൊക്കെ ഉള്ളൂ. അതിഥിയുടെ അമ്മ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ അമ്മ ഒരു സ്റ്റാർ ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് അച്ഛൻ അവളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നല്ല കാര്യം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അവൾ ആകാശത്തേക്ക് നോക്കി അമ്മയോട് അനുവാദം ചോദിക്കും. പിയാനോ പഠിക്കുവാനായിട്ട് സിദ്ധാർത്ഥിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിയ സമയം തന്നെയായിരുന്നു അമ്മ, ഞാൻ പിയാനോ പഠിക്കുവാനായി പോവുകയാണെന്ന് ആകാശത്ത് നോക്കി നക്ഷത്രത്തിനോട്
അവൾ അനുവാദം ചോദിക്കുന്നു. അതെല്ലാം സിദ്ധാർത്ഥ് കാണുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ സിദ്ധാർത്ഥിന് അതിഥിയെ ഒരുപാട് ഇഷ്ടമായി. അവളുടെ ആ പ്രവൃത്തിയൊക്കെയാണ് അവന് ഒരുപാട് ഇഷ്ടമായത്. അങ്ങനെ അതിഥിയാണെങ്കിലോ സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്കടുത്ത് പിയാനോ പഠിക്കുവാനായും എത്തുന്നു. അമ്മ നന്നായിട്ട് പിയാനോ ഒക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെയാ ഇത്രയും നന്നായിട്ട് പിയാനോ വായിക്കുന്നത്? അതിന് മറുപടിയായിട്ട് അമ്മ പറയുന്നത്, നമ്മുടെ മനസ്സിൽ ഒരാളോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ ഓർത്തുകൊണ്ട് പിയാനോ വായിച്ചാൽ മതി, അപ്പോൾ അത് നന്നായിരിക്കുമെന്നും അമ്മ പറയുന്നു. ഞാൻ നിന്നെ ആലോചിച്ച പിയാനോ വായിക്കുന്നതെന്നും അമ്മ സിദ്ധാർത്ഥിനോട് പറയുകയാണ്. സിദ്ധാർത്ഥാണെങ്കിലോ എല്ലാ ദിവസവും അതിഥിയെ കാണുകയാണല്ലോ. പതിയെ പതിയെ അവൻ അവളോട് നല്ല കാര്യമാകുവാനായും തുടങ്ങി. മാത്രവുമല്ല, സിദ്ധാർത്ഥിനാണെങ്കിൽ പിയാനോ വായിക്കുന്നതിനൊന്നും താല്പര്യമില്ല. അതിഥിയെ ഇഷ്ടമുള്ള സിദ്ധാർത്ഥ് അതിഥി പഠിക്കുന്ന അതേ ഊട്ടി സ്കൂളിൽ തന്നെ തന്നെയും ചേർക്കണമെന്ന് അമ്മയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അമ്മയാണെങ്കിലോ അവനെ അതേ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുകയാണ്. ആ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുവാനായി പോവുകയാ. അതിഥി ആ കോമ്പറ്റീഷനിൽ പിയാനോ വായിക്കുവാനായും ചേരുന്നു. പക്ഷേ അവൾക്ക് നന്നായിട്ട് മ്യൂസിക് ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ വായിക്കുമെന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. അതെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ മ്യൂസിക്കിലൊന്നും വലിയ താല്പര്യമില്ലല്ലോ. എന്നാൽ അതിഥിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ച് സിദ്ധാർത്ഥാണെങ്കിലോ പിയാനോ വായിക്കുവാനായി ശ്രമിക്കും. പക്ഷേ അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. എന്നാൽ അവിടേക്കെത്തിയ അതിഥിയാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യും. അവന്റെ കൈ പിടിച്ച് തന്നെ പിയാനോ വായിക്കുവാനായിട്ടും അവനെ സഹായിക്കുന്നു. വീട്ടിലേക്ക് എത്തുന്ന സിദ്ധാർത്ഥാണെങ്കിലോ എങ്ങനെയെങ്കിലും അതിഥിയെ സഹായിക്കണമെന്ന് തീരുമാനിച്ച് ഒരു മ്യൂസിക് അവനായിട്ട് തന്നെ കമ്പോസ് ചെയ്യുകയാണ്. അവൻ പിയാനോ വായിക്കുന്നതെല്ലാം അമ്മ കേട്ടുകൊണ്ടുവരുന്നു. നീ ഇത്രയും നാളായിട്ട് ഇതുവരെയും പിയാനോ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ നീ നന്നായിട്ട് വായിക്കുന്നല്ലോ. അങ്ങനെ നീ വായിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ ആരോടോ ഒരുപാട് ഇഷ്ടമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പിയാനോ വായിക്കാനായിട്ട് കഴിയൂ. ആരെയാ നീ ഇഷ്ടപ്പെടുന്നതെന്ന് അമ്മ ചോദിക്കുക. സിദ്ധാർത്ഥ് കമ്പോസ് ചെയ്ത ട്യൂൺ അതിഥിയുടെ ബുക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇത് തനിക്ക് അമ്മ തന്നതാണെന്നാണ് അതിഥി കരുതുന്നത്. അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞ് അവൾ അതുമായി പോകുന്നു. പിയാനോ വായിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മ മയങ്ങി വീഴുന്നത്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് ഇനിയും ഇതുപോലെ മയങ്ങി വീണു കഴിഞ്ഞാൽ ജീവൻ ആപത്താണെന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് എന്തോ മാരകമായ അസുഖമാണ്. വീട്ടിലേക്ക് എത്തുന്ന സിദ്ധാർത്ഥ് അമ്മയോട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ ഒന്നെനിക്ക് പിയാനോ വായിച്ച് കേൾപ്പിക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ സിദ്ധാർത്ഥാണെങ്കിലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പിയാനോ വായിക്കുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ നിന്നെ നോക്കിയതുപോലെ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ നീ നന്നായി നോക്കണമെന്നും അവർക്കൊപ്പം നീ എന്നും ഉണ്ടായിരിക്കണമെന്നും അമ്മ പറഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. അതോടുകൂടി സിദ്ധാർത്ഥിന് ആരുമില്ലാതായി. അവൻ തകർന്നു പോവുകയാ. അമ്മ എന്ന് പറഞ്ഞ വാക്കാണ് ഇന്നും അവൻ പാലിക്കുന്നത്. അവൻ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അത് അതിഥിയല്ലേ. അന്നു മുതൽ അവൻ അതിഥി അറിയാതെ അതിഥിക്ക് പിന്നാലെയുണ്ട്. അതിഥി IT കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പോൾ അതേ IT കമ്പനിയിൽ തന്നെ സിദ്ധാർത്ഥും ജോലിക്ക് കയറി. അതിഥിയെ ഫോളോ ചെയ്ത് സിദ്ധാർത്ഥുള്ള കാര്യം അതിഥിക്ക് അറിയത്തില്ലല്ലോ. അതിഥിക്കാണെങ്കിലോ ഒരു സിംഗർ ആകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൾ ഒരു മ്യൂസിക് ബാൻഡിലേക്ക് ചേരുകയാണ്. ആ മ്യൂസിക് ബാൻഡിലുള്ള ഹാരി എന്ന പയ്യനുമായിട്ട് അവൾ പ്രണയത്തിലാവുകയും ചെയ്തു. ആ ഒരു മ്യൂസിക് ബാൻഡ് ആണെങ്കിലോ സ്കോട്ട്ലൻഡിലേക്ക് ഒരു പ്രോഗ്രാമിന് പോകുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. കാരണം അവരെ സെലക്ട് ചെയ്തല്ലോ. അതിന്റെ ആഘോഷത്തിലായിരുന്നു ബാൻഡിലുള്ളവർ. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അതിഥി അവളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വിളിപ്പിക്കുന്നതും. നാട്ടിലെത്തുന്ന സമയത്താണ് വീട്ടിലേക്ക് എല്ലാവരും വരുന്ന കാര്യം അതിഥി ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല, അതിഥിക്ക് വേണ്ടിയിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കാര്യവും അവൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. താൻ നാട്ടിൽ നിന്നാൽ തന്നെ മറ്റൊരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് അതിഥിക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ അതിഥി അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. അവൾ ഓരോ വണ്ടിക്കും ലിഫ്റ്റ് ചോദിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും സ്കോട്ട്ലൻഡിലേക്ക് പോയിരുന്നു. അങ്ങനെ അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അതിഥി അറിയാതെ അവളെ ഫോളോ ചെയ്യുകയാണല്ലോ. അതിഥി കാറിലിരുന്ന് സംസാരിക്കുന്നതെല്ലാം സിദ്ധാർത്ഥ് കേൾക്കുന്നുണ്ട്. അതിഥി സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് തന്റെ കൂട്ടുകാരന്റെ സഹായത്തോടു കൂടി അവനും സ്കോട്ട്ലൻഡിലേക്ക് പോകാനുള്ള വിസയൊക്കെ റെഡിയാക്കി. അങ്ങനെ അതിഥിയാണെങ്കിലോ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നു. അവളെ ഫോളോ ചെയ്ത് സിദ്ധാർത്ഥം പോവുകയാണ്. സ്കോട്ട്ലൻഡിൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്താണ് അതിഥിയുടെ പേര് ലിസ്റ്റിലില്ല എന്നുള്ള കാര്യം അറിയുന്നത്. തന്റെ ടീമെല്ലാം ഇവിടെയുണ്ട്, താനൊന്ന് പോയി കണ്ടോട്ടെ എന്ന് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് ചോദിച്ച് അവൾ അകത്തേക്ക് കയറിപ്പോകുന്നു. അകത്ത് ചെല്ലുന്ന സമയത്ത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് അതിഥി കണ്ടത്. എന്തെന്നാൽ അതിഥിയുടെ പ്രിയപ്പെട്ട കാമുകനായിട്ടുള്ള ഹാരിയില്ലേ, ഹാരി തന്റെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് റൊമാൻസ് ചെയ്യുന്നത് അതിഥി കണ്ടു. അതോടുകൂടി അവൾ തകർന്നു പോവുകയാണ്.
ആ ഒരു കാഴ്ച കണ്ട് തകർന്നു പോയ അതിഥി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്താണ് അച്ഛനെ കോള് ചെയ്യുന്നത്. എന്നാൽ അച്ഛൻ വിവാഹം ഉറപ്പിച്ചിട്ട് അവിടെ നിന്നും അതിഥി ചാടിപ്പോയത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു. ആ ഒരു വിവരം അറിയുന്നതോടുകൂടി അതിഥി ആകെ തകർന്നു പോകുന്നു. മാത്രവുമല്ല, അതിഥിയുടെ രണ്ടാനമ്മയാണെങ്കിലോ അച്ഛനോടൊന്ന് സംസാരിക്കുവാൻ പോലും അവളെ അനുവദിച്ചതുമില്ല. ആ ഒരു സങ്കടം താങ്ങാനാകാതെയാണ് അവൾ മലയുടെ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടുന്നത്. ആ സമയത്ത് അവളെ ഫോളോ ചെയ്ത് സിദ്ധാർത്ഥമുണ്ടായിരുന്നു. സിദ്ധാർത്ഥും അവൾക്ക് പിന്നാലെ എടുത്ത് ചാടി. മരത്തിലൊക്കെ കുരുങ്ങി അവർ രണ്ടുപേരും വന്ന് വീഴുന്നത് പാൽമാണിക്യം കെട്ടിയിരുന്ന ടെന്റിന് മുകളിലായിട്ടാണ്. പാൽമാണിക്യം അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. അതിഥിക്ക് തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഓരോ തവണ ഉറക്കമെഴുന്നേൽക്കുന്ന സമയത്തും താൻ എവിടെയാണ്, തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്നും അതിഥിക്ക് ഓർമ്മ നഷ്ടമായി എന്നുള്ളതും ഒരു ദിവസം മാത്രമേ അവൾക്ക് ഓർമ്മ കാണൂ. അടുത്ത ദിവസം ഉറക്കമെഴുന്നേൽക്കുന്ന സമയത്ത് തലേ ദിവസത്തെ കാര്യമൊന്നും ഓർമ്മ കാണില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതോടുകൂടി സിദ്ധാർത്ഥം തകർന്നു പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഹാരിയെ കാണിക്കുന്നു. ഹാരിയും ഹാരിയുടെ ടീമും ചേർന്ന് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണല്ലോ. പക്ഷേ ഹാരിയുടെ പുതിയ കാമുകിയാണ് പാട്ട് പാടാനായി നിൽക്കുന്നത്. ആ പെൺകുട്ടിയുടെ സൗണ്ട് ആണെങ്കിലോ ജഡ്ജസിനൊന്നും ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ അവരവളെ റിജക്ട് ചെയ്യുന്നു. മാത്രവുമല്ല, ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് ആ ഒരു ടീമിനെ സെലക്ട് ചെയ്തത് തന്നെ അതിഥിയുടെ സൗണ്ട് കേട്ടത് കൊണ്ടാണ്. അവളുടെ ശബ്ദം ഇഷ്ടമായത് കൊണ്ടാണ് സ്കോട്ട്ലൻഡിലേക്ക് വരുവാനായിട്ട് അവർക്കൊരു അവസരം ലഭിച്ചതും. എന്നാൽ ഇപ്പോൾ ഹാരി തന്റെ പുതിയ കാമുകിയെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവർ റിജക്റ്റ് ആയല്ലോ. പുതിയ കാമുകി കാരണമാണ് റിജക്റ്റ് ആയതെന്നുള്ളത് കൊണ്ട് തന്നെ ഹാരിക്ക് വല്ലാതെ ദേഷ്യം വരികയും അവളെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നു. എന്നാൽ അവളും തിരിച്ചവനെ വഴക്ക് പറയുകയാണ്. എന്നാൽ പുതിയ കാമുകിയും തിരിച്ച് ഹരിയെ വഴക്ക് പറയുകയാണ്. രണ്ടുപേരും തമ്മിൽ വലിയ പ്രശ്നമാവുകയും രണ്ടുപേരും പിരിയുകയും ചെയ്തു. തന്നെ സ്നേഹിച്ച പെൺകുട്ടിയും താൻ സ്നേഹിച്ച പെൺകുട്ടിയും ഇപ്പൊ ഇല്ലല്ലോ എന്ന മട്ടിൽ നിൽക്കുകയാണ് ഹാരി. അപ്പോഴേക്കും ഹാരിക്ക് അതിഥിയുടെ അച്ഛൻ്റെയിൽ നിന്നും കോള് വരികയാണ്. എന്തായാലും നിന്നെ അവൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങളെ രണ്ടുപേരെയും പിരിക്കുവാനായിട്ട് എനിക്കൊരു താല്പര്യവുമില്ല. ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ബന്ധം നടക്കട്ടെ എന്നായിരുന്നു അച്ഛൻ പറയുന്നത്. മാത്രവുമല്ല, ഹാരിയെ തിരക്കി അതിഥി സ്കോട്ട്ലൻഡിലേക്ക് വന്ന കാര്യവും അച്ഛൻ പറയുന്നു. അത് കേട്ടതോടുകൂടി ഹാരി ഞെട്ടിപ്പോവുകയാണ്. അവൾ എന്നെ അന്വേഷിച്ച് സ്കോട്ട്ലൻഡിലേക്ക് വന്നു, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് ഹാരി ചിന്തിക്കുന്നത്. എന്തായാലും അതിഥിയെ പറഞ്ഞ് വീണ്ടും സെറ്റാക്കി അവളുമായിട്ട് നല്ലൊരു ജീവിതം ആരംഭിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഹാരിയുടെ മനസ്സിൽ. അതേസമയം അതിഥിയെ കാണുന്നു. അതിഥിക്കാണെങ്കിലോ ഒരു കാര്യങ്ങളും ഓർമ്മയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നത്തെയും പോലെ മ്യൂസിക് ക്ലാസ്സിൽ വരുന്നു, സിദ്ധാർത്ഥിനൊപ്പം തിരിച്ചു പോകുന്നു. ഹാരിയാണെങ്കിലോ അതിഥിയെ കാണുന്ന സമയത്ത് അവൾ സിദ്ധാർത്ഥിനൊപ്പം ടാക്സിയിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അതിഥിക്ക് സിദ്ധാർത്ഥിനെ നല്ല സംശയം തോന്നുന്നു. അല്ല, നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് എടുത്തിരുന്ന ഫോട്ടോ കാണുമല്ലോ എന്ന് പറഞ്ഞ് അവന്റെ മൊബൈൽ ചെക്ക് ചെയ്യുവാനായി ആരംഭിക്കുന്നു. എന്നാൽ മൊബൈലിലാണെങ്കിൽ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. അതേ സമയത്തായിരുന്നു ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. അതിഥിയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അവിടേക്ക് വന്നത് ഹാരിയായിരുന്നു. ഹാരിയെ കണ്ടതും അവനേതോ ഭിക്ഷക്കാരനാണെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ബ്രെഡിന്റെ പാക്കറ്റ് എടുത്ത് ഹാരിക്ക് കൊടുക്കുന്നു. എന്നെ മനസ്സിലായില്ലേ, ഞാൻ നിന്റെ ലവർ ആണെന്നും ഹാരി പറയുന്നു. അത് കേട്ട് അതിഥി ഞെട്ടിപ്പോവുകയാണ്. ലവറോ? എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് അതിഥി പറയുന്നു. അതേ സമയത്തായിരുന്നു അവിടേക്ക് മാണിക്യം വരുന്നത്. മാണിക്യത്തിനോട് ആരാ ഇയാളെന്നുള്ള കാര്യം അതിഥി ചോദിക്കുമ്പോൾ ഇതെന്റെ പേഷ്യന്റ് ആണെന്നും മാണിക്യം പറയുന്നു. സിദ്ധാർത്ഥും മാണിക്യവും ചേർന്ന് അതിഥിയും ഹാരിയും വല്ലാതെ കൺഫ്യൂഷൻ ആക്കുകയാണ്. എന്നിട്ട് സിദ്ധാർത്ഥ് നാളെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹാരിയെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹാരിക്ക് കുടിക്കുവാനായി കൊടുക്കുന്ന ജ്യൂസിൽ മയക്കുമരുന്നും കലർത്തി കൊടുക്കുകയാണ്. അവൻ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് തന്നെ ഹാരിയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന അതിഥിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അതിഥിക്ക് ഓർമ്മയില്ലല്ലോ. അടുത്ത ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് വീണ്ടും അവൾക്ക് മുന്നിലേക്ക് ഹാരി വരികയാണ്. ഹാരിയെ പറയുന്നത് ഇവന് മാനസിക പ്രശ്നമുള്ള ആളാ, അതുകൊണ്ടാ ഇവൻ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാകുന്നത്, എന്റെ പേഷ്യന്റ് ആണെന്നും മാണിക്യം പറയുന്നു. എന്നിട്ട് ഹാരി അവിടെ നിന്നും ഓടിച്ചു വിടുകയാ. പോകുന്നതിന് മുൻപ് തന്നെ അതിഥിയുടെ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം ഹാരി കണ്ടിരുന്നു. അവളെ ചികിത്സിച്ച ഹോസ്പിറ്റലിലേക്ക് എത്തി അതിഥിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അതിഥിക്ക് ഒരു രാത്രി മാത്രമേ ഓർമ്മകൾ നിൽക്കൂ. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾക്ക് തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നും അവൾ മെമ്മറി ലോസ് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ നിന്നറിയുന്നു. ഈ ഒരു വിവരമെല്ലാം ഹാരി അതിഥിയുടെ അച്ഛനെ വിളിച്ചറിയിക്കുകയാണ്. അതിഥിക്ക് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നും അതിഥിയുടെ അച്ഛന് മുൻപേ അറിയത്തില്ലല്ലോ. ഹാരി പറഞ്ഞാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നത് വരെ അവളുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണമെന്നും അച്ഛൻ ഹാരിയോട് പറയുന്നു. തന്റെ മകളെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ എന്നാണ് അതിഥിയുടെ അച്ഛൻ പറഞ്ഞത്. എന്നാൽ ഹാരി ചെയ്യുന്നത്
കുറച്ചാളുകളെ ഏർപ്പാടാക്കിയിട്ട് അതിഥിയെ കടത്തിക്കൊണ്ടു പോകുവാനായിട്ടും പ്ലാൻ ഇടുന്നു. നൈസിൻ അവരുടെ വീട്ടിലേക്ക് കിടന്ന ഹാരി അതിഥിയുടെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി അവളെ ഉറക്കിയതിനു ശേഷം അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയം മാണിക്യവും സിദ്ധാർത്ഥും ഉറക്കത്തിലായിരുന്നു. എന്തോ ശബ്ദം കേട്ട് സിദ്ധാർത്ഥ് നോക്കുമ്പോൾ അതിഥിയെ ഹാരിയും കൂട്ടരും കടത്തിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത്. എവിടേക്കാണ് അവളെ കൊണ്ടുപോയതെന്ന് സിദ്ധാർത്ഥിന് അറിയത്തേയില്ല. അവരുടെ പിന്നാലെ പോയെങ്കിലും എവിടെയാണ് പോയതെന്നും അറിയാനും കഴിഞ്ഞില്ല. CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്നതിൽ നിന്നും അവരൊരു ഹോട്ടലിലേക്കാണ് അവളെ കൊണ്ടുപോയതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അതേ ഹോട്ടലിലേക്ക് എത്തുകയാണ്. എന്നാൽ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ ഒരുപാട് റൂമുകളില്ലേ. എന്നാൽ ഉറക്കമുണരുന്ന അതിഥിയാണെങ്കിലോ ഹാരിയും കൂട്ടരെയും കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അവൾ വല്ലാതെ അലറി വിളിക്കുന്നു. എന്നാൽ ഹാരി അവളെ സമാധാനപ്പെടുത്തിയിട്ട്, നിനക്ക് മെമ്മറി ലോസ് ആണ്, ഒരു ദിവസം മാത്രമേ നിനക്ക് ഓർമ്മ നിൽക്കൂ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലേ ദിവസത്തെ കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയെ കാണില്ല, അതുകൊണ്ട് നീ ഉറങ്ങരുത്, നിന്റെ അച്ഛനെ ഞാൻ ഫോൺ വിളിച്ച് തരാമെന്ന് പറഞ്ഞ് അച്ഛന് വീഡിയോ കോൾ വിളിച്ചു കൊടുക്കുന്നു. അച്ഛനാണെങ്കിലോ അവളുടെ അസുഖത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതേസമയം ഇതെല്ലാം സിദ്ധാർത്ഥം മാണിക്യവും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ മാണിക്യം പറയുന്നത് അവൻ എല്ലാ കാര്യങ്ങളും അവളെ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇനി ഒരു ദിവസം മാത്രമേ നിനക്ക് ടൈമുള്ളൂ, നാളെ അവൾ ആഗ്രഹിച്ച മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുവാനായി പോവുകയാണ്. ഇത്രയും നാള് അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുത്തു. പക്ഷേ നാളെ നീ അവൾക്ക് മുന്നിൽ നീയായിട്ട് ചെന്ന് നിൽക്കണം, അവളുടെ ആഗ്രഹം നീ നടത്തി കൊടുക്കണമെന്നും മാണിക്യം പറയുന്നു. അതിഥി ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ നഷ്ടമാകുമല്ലോ. അതുകൊണ്ട് തന്നെ മാണിക്യവും സിദ്ധാർത്ഥം ചേർന്ന് അവർക്ക് എല്ലാവർക്കും കുടിക്കുവാനായിട്ടുള്ള കോഫിയിൽ മയക്കുമരുന്ന് കലർത്തുകയാണ്. റൂമിലേക്ക് കോഫി എത്തി എല്ലാവരും കുടിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും ബോധം പോകുന്നു. അതിഥിയാണെങ്കിലോ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുമെങ്കിലും കഴിഞ്ഞില്ല, അവളും ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ അതിഥി എഴുന്നേൽക്കുന്ന സമയത്ത് ഹാരിയും കൂട്ടരെയും കണ്ട് അവൾ വല്ലാതെ പേടിക്കുന്നു. അവളാണെങ്കിലോ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അതിഥിയുടെ ശബ്ദമാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസുകാരെത്തി ഹാരിയും കൂട്ടരെയും പിടിച്ചു വെക്കുകയാണ്. അതേസമയം ദൂരെ നിന്നും അതിഥി ആരോ പിയാനോ വായിക്കുന്നത് കേൾക്കുന്നു. പണ്ടവൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവൾക്ക് കിട്ടിയിരുന്ന അതേ മ്യൂസിക്കില്ലേ, അത് തന്നെയാണ് ആരോ വായിക്കുന്നതും. ആരായിരിക്കും അതെന്ന് ചിന്തിച്ച് ആ ഒരു ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് അതിഥി. കാണുമ്പോൾ സിദ്ധാർത്ഥാണ് അത് വായിക്കുന്നത്. അതിഥിക്കടുത്തേക്ക് എത്തുന്ന മാണിക്യം, അത് നിന്റെ പണ്ടത്തെ മ്യൂസിക് ടീച്ചറായ ഗീതയുടെ മകനായിട്ടുള്ള സിദ്ധാർത്ഥാണ്, അവൻ 10 വയസ്സ് മുതൽ നിന്നെ പ്രണയിക്കുകയാണെന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുക്കുന്നു. തന്നെ ഇത്രയും നാൾ ഒരാൾ പ്രണയിക്കുന്നു, അതൊന്നും തനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ അതിഥി ചിന്തിക്കുകയാണ്. സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാകുന്ന അതിഥിക്ക് സങ്കടം സഹിക്കാനായില്ല. എന്നാൽ അതേസമയം അതിഥിയുടെ അച്ഛനാണെങ്കിലോ നാട്ടിലേക്ക് വന്നിരുന്നു. തന്റെ മകളെ മിസ്സാക്കിയത് കൊണ്ട് തന്നെ ഹാരിക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. എന്നാൽ അവളുടെ മ്യൂസിക് കോമ്പറ്റീഷൻ അന്നേ ദിവസം ആയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥും പാൽമാണിക്യവും അതിഥിയും കൂട്ടി നേരെ കോമ്പറ്റീഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിനടുത്തേക്ക് പോകുന്നു. പക്ഷേ അതിഥിയെ അകത്തേക്ക് കടത്തുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നവർ അനുവദിച്ചതേയില്ല. അതിഥിയാണെങ്കിലോ പിയാനോ നന്നായിട്ട് വായിക്കുന്നതിന്റെ വീഡിയോ എല്ലാം സിദ്ധാർത്ഥിന്റെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം അവരെ കാണിക്കുമെങ്കിലും അവളെ അകത്തേക്ക് കടത്തിവിടുന്നതേയില്ല. അതേസമയം ഓഡിറ്റോറിയത്തിന് പുറത്തായിട്ട് കുറച്ച് വയസ്സായ ആളുകൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നത് അതിഥി കാണുന്നു. അതിഥി ഉടനെ തന്നെ അവർക്കടുത്തേക്ക് ചെന്നിട്ട് മൈക്കെടുത്തിട്ട് അവൾ പാട്ടുപാടുവാനായി ആരംഭിച്ചു. അവളെ സപ്പോർട്ട് ചെയ്ത് സിദ്ധാർത്ഥും കൂടെയുണ്ടായിരുന്നു. അവൾ പാടുന്നതെല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. എന്നാൽ അവൾ ഓഡിറ്റോറിയത്തിന് പുറത്തുനിന്ന് പാട്ട് പാടുന്നതെല്ലാം അവളുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ അവളെ അന്വേഷിച്ച് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവളും സിദ്ധാർത്ഥും അവിടെ നിന്ന് പോയിരുന്നു. അതേസമയം അതിഥിയുടെ അച്ഛൻ അടുത്തേക്ക് എത്തുന്ന പാൽമാണിക്യമാണെങ്കിലോ എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്നു പറയുന്നു. സിദ്ധാർത്ഥ് 10 വയസ്സ് മുതൽ അവളെ പ്രണയിച്ചിരുന്ന കാര്യമെല്ലാം അച്ഛനോട് തുറന്നു പറയുക. എവിടെയാണിപ്പോൾ സിദ്ധാർത്ഥും അതിഥിയും ഉള്ളതെന്ന് പറഞ്ഞ് അവിടേക്ക് പാൽമാണിക്യം അതിഥിയുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേസമയം അതിഥിയും സിദ്ധാർത്ഥിനെയും കാണിക്കുകയാണ്. സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിഥിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ അവൾ ഉറക്കമുണരുന്ന സമയത്ത് അവൾക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ലല്ലോ, സിദ്ധാർത്ഥിനെയും മറന്നു പോകുമല്ലോ. അതിഥിയാണെങ്കിൽ സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇത്രയും നാൾ പ്രണയിച്ചതെന്ന്. അതിന് മറുപടിയായിട്ട് അവൻ പറയുന്നത്, എന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു, നീ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവർക്ക് എന്ത് സഹായം ചെയ്തും അവർക്കൊപ്പം അവരെ സംരക്ഷിച്ച് കൂടെ വേണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ്, അതുകൊണ്ടാണ് നിനക്കൊപ്പം ഞാൻ നിന്നതെന്നും സിദ്ധാർത്ഥ് പറയുന്നു. സിദ്ധാർത്ഥ് പറയുന്നതെല്ലാം കേട്ട് അതിഥി പൊട്ടിക്കരയുകയാണ്. എല്ലാ കാര്യങ്ങളും അവൾ മറന്നു പോകുമെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ അതിഥിയാണെങ്കിൽ അവൾ സംസാരിക്കുന്നതെല്ലാം വീഡിയോ എടുക്കുവാനായും തുടങ്ങി. എന്റെ പേര് അതിഥി എന്നാണ്, ദേ ഇത് സിദ്ധാർത്ഥ്,
10 വയസ്സ് മുതൽ എന്നെ ഓൺ സൈഡായിട്ട് പ്രണയിക്കുന്നതാ. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവൻ കൂടെയുണ്ടായിരുന്നു. ഞാൻ പ്രണയിച്ച ഹാരി എന്നെ ചതിച്ചു. അവൻ ചതിച്ച മനോവിഷമത്തിൽ ഞാൻ വലിയ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. അപ്പോഴും എന്നെ സഹായിച്ച് എന്നെ സംരക്ഷിച്ച് കൂടെ നിന്നത് ഈ സിദ്ധാർത്ഥാണ്. ഞാൻ സിദ്ധാർത്ഥിനെ പ്രണയിക്കുകയാണെന്ന് അവൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതെല്ലാം അവൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാ. അതേസമയം അവിടേക്ക് ഹാരിയും കൂട്ടരും എത്തുന്നു. ഹാരിയാണെങ്കിലോ സിദ്ധാർത്ഥിനെ ഒരുപാട് തല്ലുകയാണ്. അത് തടയുവാനായിട്ട് അതിഥി നോക്കുമ്പോഴോ ഹാരി അതിഥിയെ പിടിച്ച് തള്ളുന്നു. അതിഥി ഉരുണ്ടുരുണ്ട് വലിയ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. അവസാനം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണങ്ങിയ മരച്ചിലയിൽ വന്ന് തടഞ്ഞു നിൽക്കുകയാണ്. അതോടുകൂടി അവളുടെ ബോധവും പോകുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന അതിഥിയെ കാണിക്കുകയാണ്. അതിഥിക്കിപ്പോൾ അവൾ ആദ്യം സൂയിസൈഡ് ചെയ്യുവാനായിട്ട് നോക്കിയില്ലേ, ഹാരി അവളെ ചതിച്ച സമയത്ത് ആ ഒരു കാര്യം മാത്രം അവൾക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ അവളുടെ അടുത്തേക്ക് വരുന്നു, കൂടെ ഹാരിയുമുണ്ട്. ഹാരിയെ കാണുന്ന അതിഥിയാണെങ്കിൽ ഹാരി തന്നെ ചതിച്ച കാര്യമെല്ലാം അച്ഛനോട് തുറന്നു പറയും. അവനെ അവിടെ നിന്നും ഓടിച്ചു വിടുകയാ. എന്നാൽ അതേ സമയമായിരുന്നു അവളെ രക്ഷിച്ചത് ആരാണെന്നുള്ള സത്യവും അവൾ അറിയുന്നത്. സത്യത്തിൽ അതിഥിയെ രക്ഷിച്ചത് മറ്റാരുമല്ല, സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥ് തന്റെ ജീവൻ പണയം വെച്ചാണ് അതിഥിയെ രക്ഷിച്ചത്. അതിഥിയെ രക്ഷിക്കുന്നതിനിടയിൽ തന്നെ സിദ്ധാർത്ഥ് കയറുപൊട്ടി താഴേക്ക് വീഴുന്നത് കൊണ്ട് അവനും ഗുരുതരമായ പരിക്ക് പറ്റുന്നു. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥും ഉള്ളത്. എല്ലാ വിവരങ്ങളും അറിഞ്ഞ അതിഥി സിദ്ധാർത്ഥിനെ കാണുവാൻ വേണ്ടിയിട്ടും പോകുന്നു. എന്നാൽ സിദ്ധാർത്ഥ് അതിഥിയെ കാണുന്ന സമയത്ത് ചോദിക്കുന്നത്, ആരാ, എന്റെ അമ്മ എവിടെ എന്നായിരുന്നു. കാരണം അവന്റെ അമ്മ ഉള്ള സമയത്ത് മെമ്മറി മാത്രമേ ഇപ്പോൾ അവനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തലക്കെടിയേറ്റ് അവൻ മറന്നു പോയിരുന്നു. അതേസമയം സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോണിൽ അതിഥി റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വീഡിയോ എല്ലാം അതിഥി എടുത്ത് കാണുന്നു. സിദ്ധാർത്ഥ് തനിക്ക് എന്തുമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്നും തന്നെ ഒൺസൈഡായിട്ട് അവൻ പ്രണയിച്ചിരുന്നു എന്നുള്ള കാര്യവും അവൾക്ക് മനസ്സിലാകുന്നു. ഇനി എപ്പോഴാണ് സിദ്ധാർത്ഥ് പഴയ അവസ്ഥയിലേക്ക് തിരികെ വരുന്നതെന്ന് മാണിക്യത്തിനോട് അതിഥി ചോദിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നായിരുന്നു മാണിക്യത്തിന്റെ മറുപടി. എപ്പോൾ ഉറക്കമുണർന്നാലും സിദ്ധാർത്ഥ് ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ആരാ, എന്റെ അമ്മ എവിടെ എന്നായിരുന്നു. അതിന് മറുപടിയായിട്ട് അതിഥി പറയുന്നത്, ഞാൻ നിന്റെ കാമുകിയാണ്. നമ്മൾ രണ്ടുപേരും ഒരുപാട് വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിൽ ഒരു മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായി എത്തിയതാണെന്നായിരുന്നു അതിഥിയുടെ മറുപടി. അതോടുകൂടി ഈ ഒരു സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. അതിഥി പൂർണ്ണ മനസ്സോടുകൂടി സിദ്ധാർത്ഥിനെ സ്വീകരിച്ചുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.